ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. ഡിസംബർ 25 ലോകമെമ്പാടും ക്രിസ്മസായി ആഘോഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ദിവസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഡിസംബർ 25 ഈ ലോകത്ത് ജനിച്ചുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഈ തീയതിക്ക് ബൈബിൾ ഒരു തെളിവും നൽകുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു എന്നത് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. മാനവരാശിയുടെ രക്ഷകൻ മനുഷ്യനായി ഈ ഭൂതലത്തിൽ പിറന്നു. സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതായിരുന്നു അവൻ്റെ വരവിൻ്റെ ലക്ഷ്യം. ഇതെത്രയോ സന്തോഷകരമായ വാർത്തയാണ്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൽ മറിയ ഒരു മകനെ പ്രസവിക്കുമെന്ന പ്രവചനമുണ്ട്. ആ കുഞ്ഞിന് യേശു എന്ന് പേരിടാനുള്ള ഒരു കൽപ്പന നാം കാണണം. ഈ വാക്യത്തിൽ നമുക്ക് 3 കാര്യങ്ങൾ കാണാൻ കഴിയും. ഒന്നാമതായി ജനനം, രണ്ടാമതായി മരണം, മൂന്നാമതായി രക്ഷയ്ക്കായുള്ള പ്രത്യാശ. യേശു കർത്താവിൻ്റെ ജനനം പരമാർത്ഥമായ ഒരു സത്യമാണ്. ഈ ലോകത്തിൽ അവൻ മനുഷ്യനായി അവതരിച്ചു. പിതാവായ ദൈവം എൻ്റെയും നിങ്ങളുടെയും പാപം അവൻ്റെ മേൽ ചുമത്തി. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു ദാസരൂപം എടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു. ലോകമെമ്പാടുമുള്ള സഹോദരി സഹോദരന്മാരുടെയും പാപം അവൻ സ്വയം ഏറ്റെടുത്തു. കാൽവറി ക്രൂശിൽ മരണം സഹിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അതിനാൽ ക്രിസ്മസ് നമുക്ക് ഒരു പ്രത്യാശയുടെ ദിവസം കൂടിയാണ്, രക്ഷയുടെ പ്രത്യാശ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലും മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിച്ച് ദൈവവുമായുള്ള നിരപ്പ് സാധിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ രക്ഷയിൽ പങ്കാളിയാകാൻ കഴിയും. ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ രക്ഷകനെ സ്വീകരിക്കാനും അവൻ്റെ രക്ഷയുടെ ഭാഗമാകുവാനും നിങ്ങൾക്കുള്ള സുവർണ അവസരമാണിത്. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.